ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിന് തലവേദന സൃഷ്ടിച്ച് ഹരേതി ജൂതന്മാരുടെ പ്രതിഷേധം. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിനെതിരെയാണ് ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ പ്രതിഷേധം ശക്തമാക്കിയത്. മധ്യ ഇസ്രായേലിലെ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ബ്നെയ് ബ്രേക്ക് നഗരത്തിന് സമീപത്തെ ഹൈവേ 4 ഹരേതി വിഭാഗക്കാർ ഉപരോധിച്ചു. തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ ഏറെയുള്ള പ്രദേശമാണിത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേതി ജൂത വിഭാഗക്കാരെയും നിർബന്ധിത സൈനിക സേവനത്തിന് തെരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വരുന്ന ഞായറാഴ്ച മുതൽ ഇവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇവർ പ്രതിഷേധം വ്യാപകമാക്കി. കഴിഞ്ഞ ദിവസം ഹരേതി യുവാക്കൾ 2 ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ആക്രമിച്ചിരുന്നു. നിങ്ങൾ കൊലപാതകികളാണെന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം ഫലസ്തീനെതിരെ ആരംഭിച്ച യുദ്ധത്തിൽ വലിയ ആൾക്ഷാമമാണ് ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നത്. ഗസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ഇസ്രായേൽ നേരിടുന്നുണ്ട്. ഗസയിൽ നിരവധി ഇസ്രായേലി സൈനികരാണ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടത്. കൂടാതെ ആയിരക്കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ യുദ്ധമുണ്ടാക്കിയ മാനസിക സമ്മർദ്ദവും അധിക ഭാരവും കൂടിയായപ്പോൾ പലരും സൈന്യത്തോടൊപ്പം ചേരാനും യുദ്ധഭൂമിയിലേക്ക് പോകാനും മടുപ്പ് പ്രകടിപ്പിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിലെ സുപ്രീം കോടതി ഹരേതി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത്തരക്കാർ പഠിക്കുന്ന മതസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനസംഖ്യയുടെ 13% പേരും ഹരേതി ജൂതന്മാരാണ്. ഇവരിൽപ്പെട്ട ഏകദേശം 99 ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല. മതഗ്രന്ഥമായ തോറ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്നാണ് ഇസ്രായേലിലുള്ള നിയമം. പുരുഷന്മാർക്ക് 32 മാസവും സ്ത്രീകൾക്ക് 24 മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം. എന്നാൽ ഇതിൽ നിന്ന് ഹരേതികളെ ഒഴിവാക്കിയത് പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്ക വിഷയമാണ്. ഇതാണ് ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂക്ഷമായിരിക്കുന്നതും. 21% വരുന്ന അറബ് ന്യൂനപക്ഷവും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പഠനം ഉപേക്ഷിച്ചവരെ അടക്കം സൈന്യത്തിൽ ചേർക്കാനായി അധികൃതർ ജൂത സെമിനാരി തലവന്മാരുമായി ചർച്ചകൾ നടത്തി വരികയാണ്. സൈന്യത്തിൽ ഹരേതികൾക്ക് മാത്രമായി യൂണിറ്റ് ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. എന്നാൽ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട് അവഗണിക്കണമെന്ന് പല പുരോഹിതന്മാരും വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹരേതി വിഭാഗക്കാരെ റിക്രൂട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മതപുരോഹിതനായ മുൻ സെഫേർദി ചീഫ് റബ്ബി ഇസാക്ക് യോസഫ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. തോറയുടെ പുത്രന്മാരായ പണ്ഡിതന്മാരെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിലവിൽ പഠനം നിർത്തിയവരെയും സൈന്യത്തിലേക്ക് അയക്കരുതെന്നും ദൗർഭാഗ്യകരമായ പല കാര്യങ്ങളും അവിടെ നടക്കുന്നതിനാൽ അങ്ങോട്ട് പോകാൻ പാടില്ലെന്നുമായിരുന്നു യോസഫിന്റെ ആവശ്യം. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് യോസഫ് നേരത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈന്യത്തിലേക്ക് എടുത്താൽ വിദേശത്തേക്ക് കടക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഞങ്ങൾ സ്വന്തമായി ടിക്കറ്റ് എടുക്കും. ഞങ്ങളെ സൈന്യത്തിലേക്ക് നിർബന്ധിക്കാനാകില്ല. സർക്കാരും ഇതിന് കൂട്ടു നിൽക്കുകയാണ്. മതപഠന സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ സൈന്യത്തിന് വിജയിക്കാനാകില്ലെന്ന് ഈ മതേതര ആളുകൾ മനസ്സിലാക്കണമെന്നും റബ്ബി യോസഫ് വ്യക്തമാക്കി. 2013 യോസഫിന്റെ പിതാവും മുൻ ചീഫ് റബ്ബിയുമായ ഒവാഡിയ യോസഫും സമാന പ്രസ്താവന നടത്തിയിരുന്നു. സൈനിക സേവനത്തെ നിർബന്ധിക്കുകയാണെങ്കിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇസ്രായേലിൽ നിന്ന് പോകേണ്ടി വന്നേക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന.